Hello friends, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓപ്പോൻ്റെ ഏറ്റവും പുതിയ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണായ ഓപ്പോ A53 ആണ്. അപ്പോൾ ഓപ്പോ A53 എന്ന് പറഞ്ഞ ഫോൺ പണ്ടൊരിക്കൽ ഓപ്പോ ആക്ച്വലി ഇറക്കിയൊരു ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ 2020 വേർഷനാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഓപ്പോ A53 2020 വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഡിവൈസിൻ്റെ ഏറ്റവും മികച്ച ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. 90 Hz റിഫ്രഷ് റേറ്റിനോടൊപ്പം തന്നെ ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ HD അല്ല, HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പിന്നെ ഇത് 4GB 64GB സ്റ്റോറേജും 6GB 128GB സ്റ്റോറേജും അങ്ങനെ രണ്ട് വേരിയൻറ്റിലാണ് അവൈലബിൾ ആവുന്നത്. അതുകൂടാണ്ട് ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 460 ഒക്ടകോർ പ്രോസസ്സറാണ്. കുറച്ചുകൂടി പുതിയ ഒരു 400 സീരീസിലെ ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 460. അപ്പോൾ അതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, അതായത് 13 MP റിയർ ക്യാമറയും പിന്നെ ഒരു ഡെപ്ത് സെൻസറും ഒരു മാക്രോ സെൻസറുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൽഫി ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ പടത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 16 MP പഞ്ച് ഹോൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. 4GB 64GB വേരിയൻ്റെ പ്രൈസ് 12,990, അതായത് 13,000 രൂപയും 6GB 120GB സ്റ്റോറേജിൻ്റെ പ്രൈസിങ് 15,490 രൂപയാണ്, അതായത് ഓൾമോസ്റ്റ് ലൈക്ക് 15,500 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ രണ്ട് വേരിയൻസ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇലക്ട്രിക് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. അതേപോലെ തന്നെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് സാർ വാല്യൂ ഞാൻ പറയാം 1.1 ആണ് ഹെഡ് സാറ്, ബോഡി സാറ് 0.864 ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ട്രിപ്പിൾ സ്ലോട്ട് ഉണ്ട്. പലരും ചോദിക്കാറുണ്ട് സിം കാർഡിൻ്റെ കാര്യം പറയാറില്ല. അപ്പോൾ ഇതിനകത്ത് ട്രിപ്പിൾ സ്ലോട്ട് ഉണ്ട്, അതായത് 2 സിം കാർഡും ഒരു SD കാർഡും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓപ്പോ A53ൻ്റെ സ്പെസിഫിക്കേഷനും ബേസിക് ഫീച്ചേഴ്സും. ഇനി നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഓപ്പോ A53ൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. 4GB റാം 64GB സ്റ്റോറേജുമാണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം ഓപ്പോ A53 എഴുതിയത് കാണാം. പിന്നെ ബാക്ക് സൈഡിൽ 90 Hz നിയോ ഡിസ്പ്ലേ, 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 16 MP AI സെൽഫി ക്യാമറ, 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് ബ്ലാക്ക് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വാല്യൂ ഇവിടെ ഉണ്ട്. 1.1 ആണ് സാർ വാല്യൂ, 0.864 ആണ് ബോഡി സാറ്. അപ്പോൾ 9 വോൾട്ട് 2 ആംപിയർ 18 വാട്ട് ചാർജിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണുന്നത് ഡിവൈസാണ്. അപ്പോൾ നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് എല്ലാം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡിവൈസ് പുറത്തേക്ക് എടുക്കാം. ഡിവൈസ് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്ന നോക്കാം. നമുക്കൊരു കേസ് കാണാം. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആയ ഒരു കേസാണ്. പിന്നെ ഇതിനകത്ത് ട്രിപ്പിൾ സ്ലോട്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും 2 സിം കാർഡ് സ്ലോട്ടുമാണ് വരുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം തന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. പിന്നെ ഒരു 18 വാട്ട് അഡാപ്റ്ററാണ്, 9 വോൾട്ട് 2 ആംപിയർ അഡാപ്റ്ററാണ്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയ അഡാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഓപ്പോ A53. ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ആക്ച്വലി ഡിസ്പ്ലേ ക്വാളിറ്റി കൊള്ളാം. കാരണം എന്താ വെച്ചാൽ ഇത് 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. നിങ്ങൾക്ക് കണ്ടില്ല, വളരെ സ്മൂത്ത് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പക്ഷേ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഫുൾ HD ഇല്ല. നമുക്കൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്, 16 MP സെൽഫി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വ്യൂയിങ് ആംഗിൾസ് എല്ലാം കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഡിസ്പ്ലേക്ക്. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. പക്ഷേ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു പവർ കീ കാണാം. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വോളിയം കീസും സിം ട്രേയാണ് വരുന്നത്. ബോട്ടം സെക്ഷനിൽ USB Type-C പോർട്ടും 3.5mm ഓഡിയോ ജാക്ക് സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ഇനി ബാക്ക് പാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പ്രൈമറി ക്യാമറയും ഒരു മാക്രോ സെൻസറും ഒരു ഡെപ്ത് സെൻസറാണ് വരുന്നത്. പിന്നെ AI ട്രിപ്പിൾ ക്യാമറയാണ്, LED ഫ്ലാഷും കാണാം, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം, ഓപ്പോയുടെ ബ്രാൻഡിങ്ങും കാണാം. അപ്പോൾ ഓവറോൾ ഒരു നല്ലൊരു ഫിനിഷൊക്കെ ഉണ്ട്. ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് എങ്കിലും നല്ലൊരു ലുക്കൊക്കെ ഉണ്ട്. ആക്ച്വലി നല്ലൊരു ഷൈനി ലുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോം ആക്സെൻറ്റും കൊടുത്തിട്ടുണ്ട് ക്യാമറയ്ക്ക് ചുറ്റും. അപ്പോൾ ഓവറോൾ നല്ലൊരു ഫിനിഷൊക്കെ ഉണ്ടെന്ന് പറയാം. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളികാർബണേറ്റ് ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയാം. ഇതിനകത്ത് വരുന്നത് ColorOS 7.2 ആണ്. അപ്പോൾ നമുക്ക് ColorOS എന്ന് പറഞ്ഞാൽ ഓപ്പോൻ്റെ എല്ലാ സ്മാർട്ട് ഫോണിലും വരുന്നത് അതേ UI തന്നെയാണ് ഇവിടെയും വരുന്നത്. എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ColorOS 7.2
4GB റാം, ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 460 ഒക്ടകോർ പ്രോസസ്സറാണ്. അപ്പോൾ 460 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് 662 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടെ ഒരു താഴത്തെ ലെവലിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ 600 സീരീസ് ഒക്കെ പോലെ തന്നെയാണ് ക്വാൾകോമിൻ്റെ 460 വരുന്നത്. 400 സീരീസ് ആണെന്നേ ഉള്ളൂ. എങ്കിലും ഓൾമോസ്റ്റ് 662 ഒക്കെ പോലത്തെ പെർഫോമൻസ് നമുക്ക് ഇതിലും എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ഫീച്ചേഴ്സ് ആണ് ആപ്പ് ക്ലോണർ, ഗെയിം സ്പേസ്, സ്പ്ലിറ്റ് സ്ക്രീൻ, ആപ്പ് മാനേജ്മെൻറ്റ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഉണ്ട്. തീം സപ്പോർട്ട് ഉണ്ട്. കൺവീനിയൻസ് ടൂൾസ് പോയി കഴിഞ്ഞാൽ അസിസ്റ്റീവ് ബോൾ, ക്വിക്ക് റിട്ടേൺ ബബിൾ, സ്മാർട്ട് സൈഡ് ബാർ, ജസ്റ്റേഴ്സ് ആൻഡ് മോഷൻ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി ക്യാമറേൻ്റെ കാര്യം പറയാം, നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ ക്യാമറ UI കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ സാധാരണ ഓപ്പോയിൽ കാണുന്ന മാതിരി എല്ലാ ഓപ്പോ സ്മാർട്ട് ഫോണിലും കാണുന്ന മാതിരി തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ടൈം ലാപ്സ്, മാക്രോ, എക്സ്പേർട്ട് മോഡ് ഉണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം കൂടെ നോക്കാം. വീഡിയോ റെക്കോർഡിംഗ് മാക്സിമം സപ്പോർട്ടഡ് എത്രയാണെന്ന് കൂടി നോക്കാം നമുക്ക്. വീഡിയോ റെസൊല്യൂഷൻ 1080p റെസൊല്യൂഷനേ വരുന്നുള്ളൂ. ഫുൾ HD വരുന്നുള്ളൂ. 4K സപ്പോർട്ടഡ് അല്ല. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 460 4K സപ്പോർട്ട് ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ക്യാമറൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് Oppo A53 എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽഡായ നമ്മൾ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാമറയെക്കുറിച്ച് വിശദമായി പിന്നീട് പറയുന്നതാണ്. ഇനി ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അതുകൂടാണ്ട് തന്നെ 18W ഫാസ്റ്റ് ചാർജിങ് കൂടെ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതാണ് ബാറ്ററീൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിലായി പറയാം. റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Oppo A53ൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. Oppo A53 2020 വേരിയൻ്റ് എന്ന് പറയണം, കാരണം A53 പണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇത് 2020 വേരിയൻ്റ് ആണ്. ഇത് 2 വേരിയൻസിലാണ് അവൈലബിൾ ആവുന്നത്. 4GB റാമിന് 12,990 രൂപ, 6GB റാമിന് നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 15,490 അതായത് 2,500 രൂപയുടെ ഓൾമോസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് റാമും സ്റ്റോറേജും വ്യത്യാസമുണ്ട്. 6GB 128GB സ്റ്റോറേജാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു Oppo A53ൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.